ഹലോ, നമസ്കാരം. നമുക്ക് രണ്ടാമത്തെ പാഠമാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശിശു വികാസത്തിൻ്റെ രണ്ടാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇനി ഒന്നോ രണ്ടോ വീഡിയോ കൂടി കാണും, കാരണം അതൊരു വലിയ പാഠമാണ്. അതിനകത്ത് കയറ്റത്തിന് ഒരുപാട് ചോദ്യങ്ങൾ വീഴുന്ന പാഠമാണ്. വീഡിയോ കുറച്ച് താമസിച്ചു എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ അധികം താമസിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തത് ചോദ്യം: ശാരീരിക ചാലക വികാസം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വീണ്ടും വായിക്കുന്നു. ശാരീരിക ചാലക വികാസം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാതറിൻ ബ്രിഡ്ജസ്, എലിസബത്ത് ഹെർലോക്ക്, നോം ചോംസ്കി, ജോൺ ഡൂയി. ഡയറക്റ്റ് ചോദ്യമാണ്, ഡയറക്റ്റ് ഉത്തരമാണ്. എലിസബത്ത് ഹെർലോക്കാണ് ഉത്തരം. എലിസബത്ത് ഹെർലോക്ക് ശാരീരിക ചാലക വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി എലിസബത്ത് ഹെർലോക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ കളിപ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ പെടാത്തത്? താഴെ പറയുന്നവയിൽ കളിപ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ പെടാത്തത്: എ, കളികൾ ലളിതവും സ്വാഭാവികവുമായിരിക്കണം. ബി, കളികൾ ശിശു സൗഹൃദപരമായിരിക്കണം. സി, കളികൾ സങ്കീർണവും കൃത്യവും വ്യക്തമായ നിയമങ്ങൾ പാലിക്കേണ്ടതുമായിരിക്കണം. ഡി, കളികൾ തുടർ പഠന സാധ്യത, മാനവികതയിൽ ഉള്ള ഊന്നൽ എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ, പെട്ടെന്ന് ആലോചിക്കുക, പെട്ടെന്ന് ഉത്തരം പറയുക, അല്ലെങ്കിൽ പെട്ടെന്ന് പോസ് ചെയ്യുക, പെട്ടെന്ന് ഉത്തരം പറയുക. ഏതാണ് താഴെ പറയുന്നത് കളിപ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ? ഗുണങ്ങളിൽ പെടാത്തതല്ലയോ ചോദ്യം? ഗുണങ്ങളിൽ പെടാത്തതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ ഗുണങ്ങളിൽ പെടാത്തത് ഏതാണ്? കളികൾ സങ്കീർണവും കൃത്യവും വ്യക്തവുമായ നിയമങ്ങൾ പാലിക്കേണ്ടതുമായിരിക്കണം. അങ്ങൊരു ഗുണം നമുക്കില്ല. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തത് നോക്കാം. മൂന്നാമത്തത് നമുക്ക് നോക്കാം. താഴെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മ പേശി ചലനം വേണ്ടുന്ന പ്രവർത്തനം ഏത്? താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മ പേശി ചലനം വേണ്ടുന്ന പ്രവർത്തനം ഏത്? എ, ബട്ടൺ ഇടുന്നു. ബി, സൂചിയിൽ നൂല് കോർക്കുന്നു. സി, സ്പൂൺ ഉപയോഗിച്ച് ആഹാരം കഴിക്കുന്നു. ഡി, വിരൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഈ സ്ഥൂലപേശി സൂക്ഷ്മപേശി പ്രവർത്തനത്തിനകത്ത് ഈ അങ്ങനെ വേർതിരിച്ച് ചില കോളങ്ങൾ കൊടുത്തിരിക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം സൂക്ഷ്മപേശി പ്രവർത്തനങ്ങളിനകത്താണ് അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷെ ചോദ്യം എന്താണ്? ഏറ്റവും